ഹലോ ഗായ്സ്. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റ് റെഡിയാവുന്നത് നീറ്റിൻ്റെ എക്സാം എഴുതാൻ പോകാനാട്ടോ. അതുകൊണ്ട് തന്നെ വെറും സിമ്പിളായിട്ടുള്ള മേക്കപ്പാണ് ഇടുന്നത്. മേക്കപ്പ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ജസ്റ്റ് ഒരു സ്കിൻ കെയർ പോലൊരു മോയ്സ്ചറൈസറും ഒരു സൺസ്ക്രീമും പിന്നെ ഒരു ലിപ്സ്റ്റിക്കും മാത്രമാണ് ഇടുന്നത്. ജ്വല്ലറീസ് ഒന്നും അലൗഡ് അല്ല അവിടെ. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ രാത്രി തന്നെ എൻ്റെ മൂക്കുത്തിയും പിന്നെ മീക്കാതെ കുത്തിയിരുന്നതും എല്ലാം ഊരി മാറ്റി. ഇന്ന് രാത്രി വരുമ്പോൾ എടുത്തിടുമ്പോൾ അറിയാം അടഞ്ഞിട്ടുണ്ടോ ഇല്ലയെന്ന്. ബിക്കോസ് ഞാൻ മീക്കാതെ കുത്തിയിട്ട് ഒത്തിരി നാളൊന്നും ആയിട്ടില്ല, ഞാനൊരു 1 month ആവുന്നതേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര പാടാണ്. എനിക്ക് ഊരിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഹോൾ അടഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. മൂക്കുത്തി പിന്നെയും പ്രശ്നമില്ല, കാരണം 2 വർഷമായി മൂക്കുത്തി കുത്തിയിട്ട്. അപ്പോൾ അതുകൊണ്ട് അത് അടഞ്ഞു പോകുമെന്നുള്ളൊരു പേടിയില്ല. എന്നാലും ഇന്നലെ രാത്രി തന്നെ ഊരി വെച്ചുകൊണ്ട് ചെറിയൊരു ഇതുണ്ടായിരുന്നു ഇനി അടയുമോ എന്ന്. അത് കഴിഞ്ഞ് നമ്മൾ രാവിലെ ഇറങ്ങുകയാണ്. രാവിലെ ഒരു 6 മണിയായപ്പോഴത്തേനും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞാൻ ഒരു 5-5:30 ആയപ്പോഴത്തേനും 5 മണിയായപ്പോൾ ഞാൻ എഴുന്നേറ്റിട്ട് ഞാൻ പോയി ദേഹമൊക്കെ കഴുകി. ഇന്നലെ രാത്രി തന്നെ ഞാൻ തല കുളിച്ചിട്ടാണ് കിടന്നത്. രാവിലെ എനിക്ക് തല കുളിച്ച് കഴിഞ്ഞാൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ശരിയാവത്തില്ല. എനിക്ക് അലർജിയും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് രാവിലെ തന്നെ തണുത്ത വെള്ളത്തിൽ തല കുളിച്ച് കഴിഞ്ഞാൽ ബസ്സിൽ പോകുമ്പം അതിൻ്റെ തണുപ്പും കൂടെ അടിച്ചിട്ട് എനിക്ക് അവിടെ ചെല്ലുമ്പോഴത്തേനും തുമ്മലൊക്കെ ആവും. അതുകൊണ്ട് രാവിലെ തല കുളിച്ചില്ല, പകരം രാവിലെ കഴിഞ്ഞിട്ട് ദേഹം കഴുകി. എന്നിട്ട് നമ്മൾ കാപ്പിയൊക്കെ കുടിച്ചു. രാവിലെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ 3 പേരും കൂടെ ആട്ടോ പോയത്. ഞാനും അച്ഛനും അമ്മയും കൂടെയാണ് പോയത്. നീറ്റിന് ഭയങ്കര ഡ്രസ് കോഡാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടാണ് കേട്ടോ ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ടത്. എന്നിട്ട് തന്നെ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനായിരുന്നു, കാരണം എനിക്കും ഇതിൻ്റെ അടിയിൽ നമുക്ക് ഒരു മെറ്റൽസ് അലൗഡ് അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അണ്ടർ ഗാർമെൻസിനകത്തും ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ലാതാണ് പോയത്. എൻ്റെ ഡ്രസ്സിങ് ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ലായിരുന്നു. ഇൻസെക്യൂരിറ്റി അല്ല, ഞാൻ കംഫർട്ടബിൾ അല്ലായിരുന്നു. ഞാൻ ഒരുമാതിരി ഇറിറ്റേറ്റഡ് ആയിരുന്നു എൻ്റെ ഡ്രസ്സിൽ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ KSRTC ബസ് സ്റ്റാൻഡിലേക്കാണ് പോയത്. അവിടെ നിന്ന് നമ്മൾ ഐ തിങ്ക് പത്തനാപുരം വണ്ടിയിലാണ് കയറിയത്. ഞങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു, പത്തനാപുരം വണ്ടി കയറണോ അതോ കൊട്ടാരക്കര വണ്ടി കയറണോ പത്തനംതിട്ട വണ്ടി കയറണോ, ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. അങ്ങനെ ഒരു പത്തനാപുരം വണ്ടിയിലാണ് കയറിയത്. അങ്ങനെ ഞങ്ങൾ പത്തനാപുരത്ത് തന്നെ ഇറങ്ങി. അവിടെ ഇറങ്ങി ഞങ്ങൾ ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചു. എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാട്ടോ ഞാൻ ഇങ്ങനൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നത്. എൻ്റെ ഫുഡിനകത്തുനിന്ന് ഞാൻ ഒരു ദോശ കഴിച്ച് രണ്ടാമത്തെ ദോശയിലോട്ട് സാമ്പാർ ഒഴിച്ചപ്പോഴത്തേനും അതിനകത്തുനിന്ന് ഒരു റബ്ബർ ബാൻഡ് കിട്ടി. അതോടെ ഞാൻ കഴിപ്പ് അവിടെ നിർത്തി. അതിനുശേഷം നമ്മൾ ഹാളിൽ പോയി, എക്സാം സെൻറ്ററിലേക്ക് പോയി. അവിടെ എത്തിയപ്പോഴത്തേനും അവിടെ എഴുതി വെച്ചിരിക്കുന്ന കുറേ സാധനങ്ങളൊക്കെ നമ്മൾ വായിച്ചു, എന്തൊക്കെ അലൗഡാണ് അല്ല എന്നൊക്കെ. അതിനുശേഷം നമ്മൾ ഒത്തിരി വെയിറ്റ് ചെയ്ത് നിന്നാണ് ഒരു ബസ്സൊക്കെ കിട്ടി തിരിച്ച് വന്നത്. തിരിച്ച് വരുന്ന വഴിക്ക് വീഡിയോസൊക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ബിക്കോസ് ഞാൻ ഓൾറെഡി ഭയങ്കരമായിട്ട് ടയേർഡായിരുന്നു. ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിക്കാതാണ് ഞാൻ കയറിയത്. കറക്റ്റ് ടൈമിങ്ങിലൊക്കെ നമ്മൾ എത്തിയെങ്കിലും നമ്മൾ അവിടുത്തെ ആ ഒരു 11 AM എന്ന് പറയുന്നൊരു സമയത്തിൻ്റെ ആ ഒരു റഷിൽ നമ്മൾ ഫുഡും കാര്യങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ല. തിരിച്ച് വീട്ടിൽ വന്നു. ഞങ്ങൾ വരുന്ന വഴിക്ക് ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ടാട്ടോ വന്നത്. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഓൾമോസ്റ്റ് ഒരു 9:40 ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്ന് കുളിച്ച് ഫ്രഷായിട്ട് കൊട്ടാരക്കരയിൽ നിന്ന് വണ്ടി കിട്ടാനാണ് ഏറ്റവും പാടുപെട്ടത്. അവിടുന്ന് കൊല്ലം വണ്ടി വെച്ച് ബാക്കി എല്ലാ വണ്ടിയും വരുന്നുണ്ടായിരുന്നു. വരുന്ന വണ്ടിയിലൊക്കെ ആളായിരുന്നു, എനിക്ക് ഇരിക്കാനൊന്നും സ്ഥലമില്ലായിരുന്നു. അങ്ങനെ ഫ്രഷായിട്ട് ഞാൻ പോയി കിടക്കാൻ പോവാണ്. ഇനി വീഡിയോസൊക്കെ നാളെ കാണാം.